ഈ വീഡിയോയിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ് ഇതാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഇതിനകത്ത് മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ട്. ഇറാൻ ആണെങ്കിൽ ഈ യുദ്ധത്തിനെ വേറൊരു ഡീവിയേഷനിലേക്കാണ് വഴിതിരിച്ച് വിട്ടിരിക്കുന്നത്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല അനാലിസിസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിന് വളരെ പ്രത്യേകതകളുണ്ട്. കാരണം വെച്ചാൽ ഇതിനെ യുദ്ധത്തിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഇതിൻ്റെ വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. ഇറാൻ്റെ റെസ്പോൺസാണ് നമ്മളിവിടെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇറാൻ്റെ റെസ്പോൺസ്, ഇറാൻ എന്തുകൊണ്ടാണ് റെസ്പോൺസ് വളരെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട്. 2-3 ദിവസങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇസ്രായേലിലേക്ക് ആയിക്കോട്ടെ, തുരുതര താറുമാറായിട്ട് മിസൈലുകൾ അയക്കുകയാണ്. പക്ഷെ എന്നാലും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാൻ അയക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ ICBM പോലത്തെ കോണ്ടിനെന്റ് ടു കോണ്ടിനെന്റ് ട്രാവൽ ചെയ്ത് ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മിസൈലുകളെയാണ് നമ്മൾ ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഇന്നലെ ഡീഗോ ഗാർസിയയ്ക്ക് നേരെ 2 മിസൈലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് അമേരിക്ക ഇന്റർസെപ്റ്റ് ചെയ്തു, മറ്റൊന്ന് പകുതി വഴിക്ക് തന്നെ കടലിൽ വീണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണെന്ന് പറഞ്ഞാൽ പല ഏരിയകളും ഫോക്കസ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നുണ്ട്. അതേപോലെ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ലോഞ്ച് പാഡുകൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തുന്നുണ്ട്. തുടരെ ആ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതുപോലെ സിറിയ മേഖലയിൽ സിറിയയ്ക്കുള്ളിൽ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അഹമ്മദ് അൽ ഷറയുടെ ടീമുകൾ, അത് ഇസ്രായേൽ പല മേഖലകളിൽ എൻഗേജ്ഡ് ആയിരിക്കുകയല്ലേ. ഇറാനുമായിട്ട് എൻഗേജ്ഡ് ആണ്, ലെബനനുമായിട്ട് എൻഗേജ്ഡ് ആണ്, ഗാസയിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സിറിയ ഈ ഒരു അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ നിലപാടെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ അൽ സുവൈദ മേഖലയിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പദ്ധതി ഒരുക്കിയ സമയത്താണ് ഇസ്രായേൽ ഇന്നലെ ഹെസ്ബുള്ളയുടെ പേരിൽ സിറിയയുടെ ഉള്ളിൽ തന്നെ ഒരു അറ്റാക്ക് നടത്തിയത്. വമ്പൻ ആക്രമണം. അഹമ്മദ് അൽ ഷറയുടെ HTSന്റെ ടീമുകൾക്ക് നേരെ തന്നെയാണ് ആക്രമണം നടത്തിയത്. ഇൻഡയറക്ട്ലി അവരെ ISIS എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ISIS യൂണിറ്റുകൾക്ക് നേരെയാണ് അറ്റാക്ക് നടത്തിയത്. കാരണം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഇസ്രായേലിന് വലിയൊരു സെക്യൂരിറ്റിയാണ് ഈ ബോർഡർ മേഖല, സിറിയൻ ബോർഡർ മേഖലയിൽ. ഇപ്പൊ ഇന്നലെ ഹെസ്ബുള്ളയ്ക്ക് കടത്താൻ വേണ്ടിയിട്ട് അൽ സുവൈദ വഴി കടത്തിക്കൊണ്ടുപോയ വൻ ആയുധശേഖരം, അതാണ് ഡ്രൂസ് കമ്മ്യൂണിറ്റി പിടിച്ചു വെച്ചത്. വലിയൊരു ആയുധശേഖരമാണ്. പലതരത്തിലുള്ള റോക്കറ്റുകളും റോക്കറ്റ് ലോഞ്ചറുകളിൽ ഘടിപ്പിക്കുന്ന ഡെറ്റനേറ്റേഴ്സ്, അതേപോലത്തെ ബോംബുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇസ്രായേലിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഹെസ്ബുള്ള ഇതുവഴി കടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ അത് ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഡ്രൂസ് സെക്യൂരിറ്റി ഓഫീസേഴ്സ് അത് കണ്ടെത്തിയിട്ടുണ്ട്, അതിനെ പിടിച്ചെടുത്തിട്ടുണ്ട്, അതിനെ തടഞ്ഞിട്ടുണ്ട്. ആ മേഖലയിലും കൂടി ഇപ്പൊ ഇസ്രായേൽ ഫോക്കസ് ചെയ്ത് ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. هذا رمال هالمال وشه دغري يعني بتصير بوش فوما ميلة جوا شوف النار ولعانة هي بعد هيا هون لايف نزل الصاروخ. ആ വിഷയങ്ങളൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇതൊക്കെ അങ്ങോട്ട് ബോംബിടുന്നു, ഇങ്ങോട്ട് മിസൈൽ അയക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇത് യുദ്ധത്തിന്റെ ഒരു ലെയർ മാത്രമാണ്, ജസ്റ്റ് ലെയർ, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലെയർ മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം എവിടെയാണ് നടക്കുന്നത് പറഞ്ഞാൽ ഇതിന് ഞാൻ ആദ്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം പറയാം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കൂ, ഇറാൻ തുരിതര ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക്. 2500-3000 കഴിഞ്ഞു അവരുടെ ആക്രമണത്തിന്റെ എണ്ണം ഒരൊറ്റ രാജ്യത്തിലേക്ക് മാത്രം, മിഡിൽ ഈസ്റ്റിലെ. പ്രത്യേകിച്ച് UAE ആയിക്കോട്ടെ, അതുപോലെ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളെല്ലാം നിരന്തരം ഇറാന്റെ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആക്രമണത്തിന് ഡെയിലി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ തിരിച്ചടിക്കുന്നില്ല? ഇവർ പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്, ഇവർ OAC മീറ്റിംഗ് വിളിച്ചു കൂട്ടി, ഇവർ പലതരത്തിൽ ഇവർ ചർച്ചകൾ നടത്തുന്നുണ്ട്, ഇറാനെതിരെ ശക്തമായ രീതിയിൽ പ്രഖ്യാപനങ്ങൾ ഇറക്കുന്നുണ്ട്, പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, എല്ലാം വെർബലി മാത്രം. എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ചടിച്ചുകൂടാ? ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള പൈസ മുടക്കി കുറച്ച് ആയുധങ്ങൾ വാങ്ങിച്ച് ഇവർക്ക് തിരിച്ചടിച്ചൂടെ? എന്നാൽ ഇവർ ചെയ്യില്ല. എന്താണ് അതിന് കാരണം? പൊളിറ്റിക്കൽ പാരലിസിസ്. അതാണ് ഈ രാജ്യങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു അസുഖം. പൊളിറ്റിക്കൽ പാരലിസിസ്, അതുപോലെ തന്നെ ലെജിറ്റിമസി ട്രാപ്പ്. ഈ 2 വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം എന്താണ്? ഇപ്പൊ ഇവര് ഒരു പൊളിറ്റിക്കൽ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് 2 ഡെലിമയുണ്ട്. ഈ 2 ഡെലിമ എന്ന് പറഞ്ഞാൽ, ഒന്ന്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇറാനെതിരെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മുസ്ലിം രാജ്യം വേഴ്സസ് മുസ്ലിം രാജ്യം എന്നുള്ള തരത്തിൽ
ഗ്ലോബലി ഒരു പേഴ്സ്പെക്റ്റീവ് ഇതിനുണ്ടാവും. അതുണ്ടാവാൻ പാടില്ല എന്നുള്ളതിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇത് നമ്പർ 1. അവർ തമ്മിലുള്ള യൂണിറ്റി അത് നശിക്കുന്നു. ഇതുണ്ടാവാൻ പാടില്ല. രണ്ടാമത്, ഈ രാജ്യങ്ങളിലെല്ലാം മിക്സ്ഡ് പോപ്പുലേഷനാണ്. ഷിയ ഉണ്ട്, സുന്നി ഉണ്ട്. ഇതിനകത്ത് ഈ സുന്നി രാജ്യങ്ങളിലുള്ളിൽ തന്നെ ഷിയാക്കളുടെ എണ്ണം കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്, കുറവുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അഥവാ ഇറാനെതിരെ ഒരു യുദ്ധം ഓപ്പൺ ആയിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഗ്യാപ്പ് എന്നുള്ളതിലുപരിയായിട്ട് അത് പല രാജഭരണങ്ങളുടെയും വീഴ്ചയ്ക്ക് തന്നെ വഴിയൊരുക്കും. ഉറപ്പാണ് അത്തരത്തിലുള്ള ഷിയ സുന്നി കലാപങ്ങൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ രൂപപ്പെടും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, ഈ ലെജിറ്റിമസിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ പതുങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഇറാനെ പേടിച്ചിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ആക്രമണം നടത്തുന്നില്ല എന്നുള്ള തരത്തിലുള്ള പല മീഡിയ നെറേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഇവരെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇസ്രായേലും അമേരിക്കയും ഒപ്പമുണ്ട്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കൊപ്പം. ഇവർക്ക് വേണമെങ്കിൽ അവരോടൊപ്പം നിന്ന് ഞങ്ങളും നിങ്ങളെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കൂടെ? വളരെ എളുപ്പമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറാനെ പേടിച്ചിട്ടാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ രംഗത്തിറങ്ങാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിലുള്ള ഫാക്റ്റ് അല്ല. യഥാർത്ഥത്തിലുള്ള ഫാക്റ്റ് ഇതാണ്: ഒരു പൊളിറ്റിക്കൽ പാരാലിസിസ് വിത്ത് ലെജിറ്റിമസി ട്രാപ്പാണ്. അതിലാണ് ഇവർ കുടുങ്ങി കിടക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അഥവാ ഇറാനെതിരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പല രാജാക്കന്മാരുടെയും കസേരകൾ തെറിക്കും മിഡിൽ ഈസ്റ്റിൽ. അതൊരു യാഥാർത്ഥ്യമാണ്. എനിവേ, ഇനി ഈ യുദ്ധം നെക്സ്റ്റ് ലെവലിൽ എവിടെ എത്തിയിട്ടുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഈ യുദ്ധം നടക്കുന്നത് ജർമ്മനിയിൽ നടക്കുന്നുണ്ട്, UK നടക്കുന്നുണ്ട്, ഫ്രാൻസിൽ നടക്കുന്നുണ്ട്, അമേരിക്കയിൽ നടക്കുന്നുണ്ട്, ഇവിടെയൊക്കെയുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നടക്കുന്നുണ്ട്. ഈ ഇൻഷുറൻസ് കമ്പനികൾ ശരിക്കും സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ ഒരു റെഡ് സോൺ ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ലോയ്ഡ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ഇൻഷുറൻസ് കമ്പനി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന് ഉത്തരവാദികളല്ല. കണ്ടു അതുവഴി ഇനി ആരെങ്കിലും ചരക്ക് കപ്പലുകളോ അല്ലെങ്കിൽ എണ്ണ ടാങ്കറുകളോ ഗ്യാസ് ടാങ്കറുകളോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ യുദ്ധം എക്കണോമിക്കലി ഏത് തരത്തിലാണ് ഡീവിയേറ്റ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇറാൻ അയച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകൾക്കും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും പുറമെ ഈ യുദ്ധം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ നോക്കിക്കാണേണ്ടത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണിത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, എന്തുകൊണ്ടാണ് ഇറാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അഗ്രസീവായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്? അവരുടെ കയ്യിലുള്ള മിസൈൽ സ്റ്റോക്ക് ഫയലുകൾ എല്ലാം എടുത്ത് എറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഗോ ഗാർസിയ വരെ മിസൈൽ അയക്കുന്നുണ്ട്. എന്തിന്? അവർക്ക് അത്രമാത്രം അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് കഴിഞ്ഞ 2 ദിവസത്തിൽ സംഭവിച്ചത്. അത് നടത്തിയത് വേറെ ആരുമല്ല, അത് ഇസ്രായേലാണ്. എവിടെയാണ്? സൗത്ത് പാർ. ഈ സൗത്ത് പാർ ഗ്യാസ് പ്രൊഡക്ഷൻ യൂണിറ്റ്, അത് ഖത്തറിന്റെ യൂണിറ്റ് അല്ല അറ്റാക്ക് ചെയ്തത്. ഖത്തറിന്റെ പൈപ്പ് ലൈനൊക്കെ സേഫ് ആണ്. പക്ഷേ ഖത്തറിന് ഇറാനെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇസ്രായേലിനെ കൊണ്ട് ഖത്തറിന് ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ അതേസമയം ഇറാന്റെ ഉള്ളിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് അത് അടിച്ച് തകർത്തിട്ടുണ്ട്. ഈ സൗത്ത് പാറിൽ നിന്നും കൃത്യമായിട്ട് പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കൊണ്ടുപോയി പ്രോസസ്സിംഗ് ചെയ്ത് എടുക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇസ്രായേൽ അടിച്ച് തകർത്തത്. ഇത് ശരിക്കും ഇറാന് നെഞ്ചത്തേറ്റ അടി തന്നെയാണ്. ഇതാണ് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. പഴുത്ത പഴമായിട്ടിരുന്ന ആയത്തുൽ അലി ഖമനി പോയതിൽ അവർക്ക് വിഷമമില്ല. ആയത്തുൽ അലി ഖമനിയുടെ മകൻ പരിക്കേറ്റതിൽ അവർക്ക് വിഷമമില്ല. ആയത്തുൽ അലി ഖമനിയുടെ എൻ്റയർ ഫാമിലി തന്നെ കൊല്ലപ്പെട്ടതിൽ അവർക്ക് വിഷമമില്ല. അതുപോലെ IRGCയിൽപ്പെട്ട പല ലീഡേഴ്സ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടതിൽ ഇറാന് വിഷമമില്ല. പക്ഷേ സൗത്ത് പാറിൽ ഒരു ആക്രമണം നടത്തിയപ്പോൾ ഇറാന് നൊന്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് സൗത്ത് പാർ അറ്റാക്ക് ചെയ്തപ്പോൾ അമേരിക്ക ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തിയത്? എന്തുകൊണ്ടായിരിക്കാം? അമേരിക്ക അറിയാതെയാണോ ഇസ്രായേൽ സൗത്ത് പാറിൽ അറ്റാക്ക് നടത്തിയത്? ഒരിക്കലുമില്ല. ഈ സൗത്ത് പാർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണെന്നുള്ളത് പല ഇൻഷുറൻസ് കമ്പനികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഇൻഷുറൻസ് കമ്പനികളാണ് ഈ ഷിപ്മെന്റിന്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഇവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ആ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പൊസിഷനിൽ അവർ കൃത്യമായിട്ട് A to Z വിലയിരുത്തിക്കൊണ്ട് ഇതിൽ എന്ത് ചരക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള വ്യക്തമായ ധാരണയോട് കൂടിയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇത്രയും കാലം തീർച്ചയായിട്ടും ഒരു ചരക്ക് ഗതാഗതത്തിൽ ഒരിക്കലും അത്ര എളുപ്പത്തിലൊന്നും നഷ്ടമൊന്നും വരത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ ചരക്കും സേഫ് ആയിട്ട് കൊണ്ട് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതേസമയം ഇൻഷുറൻസ് കമ്പനിക്ക് ആ പൈസ ലാഭമാണ്. കാരണം ഇൻഷുറൻസ് കമ്പനി ആ ഒറ്റ ട്രിപ്പിനാണ് അത് ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പം നിലവിലെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ ഇൻഷുറൻസ് കമ്പനികൾ ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 14 മുതൽ 15 മില്യൺ US$ ഒരു ട്രിപ്പിന് ചോദിക്കുന്നത്. അതായത് അത് ഇന്ത്യൻ മണിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ്. ഏതാണ്ട് 80 മുതൽ 110 കോടി വരും ഒരു ട്രിപ്പിന് ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രം കൊടുക്കാൻ. മറ്റുള്ള ഇതര വാടകകൾ, ഷിപ്പിന്റെ വാടക, ചരക്ക് നീക്കത്തിന് കൊടുക്കുന്ന കമോഡിറ്റി പ്രൈസുകൾ, കസ്റ്റംസ് ഫീ, ഇതെല്ലാം വേറെ. അതിന് പുറമെയാണ് ഈ 80 മുതൽ 110 കോടി രൂപ മുടക്കിക്കൊണ്ട് ഈ ചരക്ക് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെ കൊണ്ടുവരേണ്ട സാഹചര്യം. അപ്പോൾ ഇതിനകത്ത് പല രാജ്യങ്ങളും ഇറാനുമായിട്ട് ഇൻഡയറക്റ്റ് നെഗോസിയേഷൻ, ബ്ലാക്ക് മാർക്കറ്റ് നെഗോസിയേഷൻ നടത്തുന്നു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇറാൻ ഇതിനെ ഒരു ബ്ലാക്ക് മാർക്കറ്റ് കച്ചവടമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല. ഇറാൻ ബ്ലാക്ക് മാർക്കറ്റായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ അവിടെ യുദ്ധം നടക്കുന്ന സാഹചര്യമാണ്. അവര് ഇതിനെ ഒരു കൺട്രോൾ പോയിന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു കൺട്രോൾ പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഇറാൻ ഇപ്പോഴും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങളുടെ കൈവശം ഉണ്ടെന്നുള്ള അവകാശവാദമാണ് ഇപ്പോഴും ഇറാൻ ഉന്നയിക്കുന്നത്.
അപ്പോൾ ഇതുകൊണ്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ വേൾഡ് എക്കണോമിയെ ഞങ്ങൾ കൊളാപ്സ് ചെയ്യും. അപ്പോൾ ഇറാൻ ഈ യുദ്ധത്തിന് നയിക്കുന്നത് എക്കണോമിക് കൊളാപ്സിലൂടെയാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഇറാൻ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ യുദ്ധം ആ രീതിയിലാണ് പോകുന്നത്. അല്ലാതെ ഇറാന് 10 മിസൈൽ അയച്ച് ഇസ്രായേലിനെയും അമേരിക്കയും നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അങ്ങ് തൂത്തുപറക്കി മൂലയ്ക്ക് ഇരുത്തി കളയാം എന്നൊക്കെ കരുതുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് റിറ്റാലിയേഷൻ അല്ല ഇറാന്റെ. ശരിക്കും ഇറാൻ ഒരു എക്കണോമിക് കൊളാപ്സ്, ഗ്ലോബൽ എക്കണോമിക് കൊളാപ്സ് ഉണ്ടാക്കാനാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇതിന് മുമ്പ് തന്നെ പരസ്യമായിട്ട് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഒരു ബാരൽ ബ്ലണ്ട് ക്രൂഡിന്റെ വില 200 എത്തിക്കും എന്നാണ് പറഞ്ഞത്. അവർ $200 എത്തിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ വേൾഡ് എക്കണോമിയെ കൊളാപ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പരിധിവരെ എക്കണോമി ട്രാപ്പ് ആയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എക്കോണമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ഇപ്പൊ ഈ സൗത്ത് പാർ എന്ന് പറഞ്ഞ ഇത് ഗ്യാസ്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗ്യാസ് യൂറോപ്പിനായാലും തന്നെ ലോകത്ത് പല രാജ്യങ്ങൾക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ് സൗത്ത് പാർ. അപ്പോൾ ഈ സൗത്ത് പാറിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സൗത്ത് പാറിന്റെ പ്രൊഡക്ഷൻ റിക്കവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഇനി കുറഞ്ഞത് ഒരു 5 മുതൽ 8 വർഷമെങ്കിലും എടുക്കും. ഇപ്പൊ 5 മുതൽ 8 വർഷം ഈ മേഖലയിൽ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് വളരെ സ്മൂത്ത് ആയിട്ട് ഓപ്പൺ ആയാൽ പോലും പഴയതുപോലെയുള്ള ഒരു എക്കണോമിക് ബൂം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷം എടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ യുദ്ധം ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ഈ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. വളരെ പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇത് എക്കണോമിക് ഡാമേജിലാണ് എത്തി നിൽക്കുന്നത്. അല്ലാതെ ഇത് നമ്മൾ ഡെയിലി കാണുന്നത് മിസൈലുകൾ ഇങ്ങോട്ട് അയക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഈ യുദ്ധം എത്തി നിൽക്കുന്ന റിയൽ എക്കണോമിക് കൊളാപ്സിലാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കി കാണേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഇസ്രായേലിന്റെ സ്ഥാനം വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ശരിക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് തന്നെയാണ് ഇറാന്റെ മേലുള്ള ആക്രമണം നടത്തുന്നത്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ആക്രമണം ഇസ്രായേൽ ചെയ്യുന്നു. അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ചെയ്യുന്നു, ഇസ്രായേലിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു, ഇസ്രായേലിന്റെ സർവൈവലിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ള പേരിൽ ഈ യുദ്ധം നടന്നാലും എൻറ്റയർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തുന്നത്. സോ ഇറ്റ് മീൻസ് ബെഞ്ചമിൻ നെതന്യാഹു അറ്റാക്ക് നടത്തുന്നത് ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല എൻറ്റയർ മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ട് കൂടിയാണ്. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഇവരുടെ പൊള്ളയായ പൊളിറ്റിക്കൽ പാരാലിസിസ്, അതേപോലെ തന്നെ ലെജിറ്റിമസി ട്രാപ്പ്, അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും ഇസ്രായേൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു വേണം മനസ്സിലാക്കാൻ. ബെഞ്ചമിൻ നെതന്യാഹു വളരെ ഉറച്ച തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതായത് റെജിം ചേഞ്ച് ആണ് പുള്ളിക്കാരൻ അവിടെ എടുത്തു വെക്കുന്ന ആശയം. റെജിം ചേഞ്ച് ആണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻ. പക്ഷേ യഥാർത്ഥത്തിൽ റെജിം ചേഞ്ച് ആണോ കണ്ടീഷൻ? ഒരിക്കലും ഇല്ല. ഇറാന്റെ ഉള്ളിലാണെങ്കിൽ ഇപ്പം ചർച്ചയ്ക്ക് വരാൻ ആളില്ല. ഇറാന്റെ ഉള്ളിൽ ചർച്ചയ്ക്ക് വരാൻ ആളില്ല. അവർ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് മിസൈലുകൾ ഉള്ളിടത്തോളം ഞങ്ങൾ മിസൈൽ അയച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ 1 വർഷം അയക്കും, ചിലപ്പോൾ 2 വർഷം അയക്കും. ഇതാണ് ഇറാന്റെ നിലപാട്. അമേരിക്കയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാനുള്ള താല്പര്യമില്ല. ഒരു ലോങ് സ്റ്റാൻഡിംഗ് വാറായിട്ട് ഇത് മുന്നോട്ട് നടത്താൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അവർ പറയുന്നത് ഇറാന്റെ ഉള്ളിൽ ഇനി ആക്രമിക്കാൻ സ്ഥലങ്ങളില്ല, അത്രത്തോളം ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ മിസൈലുകളുടെ ഏരിയ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്താനാണ് ഇപ്പം ഇസ്രായേലിന്റെ അടുത്ത് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കണം. പക്ഷേ ഇസ്രായേലിനാണെന്നുണ്ടെങ്കിൽ ഇറാനെ മാക്സിമം ഡിസ്ട്രോയ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് മിസൈലുകൾ വന്ന് പതിക്കുന്നുണ്ട്. പിന്നെ ജെറുസലേമിൽ, ഓൾഡ് ജെറുസലേമിൽ വന്നിട്ട് മിസൈലുകൾ പതിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഫുട്ടേജസ് ഒക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അലക്സ മോസ്കിന്റെ ആ പരിസരത്ത് വന്ന് മിസൈലുകൾ പതിക്കുന്നുവെങ്കിൽ പിന്നെ അതിനകത്ത് നമുക്ക് പറയാനൊന്നുമില്ല. പലരും അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ആ ഏരിയയിൽ അലക്സ മോസ്ക് ഇരിക്കുന്ന ആ പരിസരത്ത് മിസൈലുകൾ ഒന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം അത് എല്ലാവർക്കും കൂടി, ഈ മുസ്ലിംസും ക്രിസ്ത്യൻസും ജൂസ് എല്ലാം തന്നെ ഒരു ഹോളി സൈറ്റ് ആയിട്ട്, ഒരു പിൽഗ്രിമേജ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ പലർക്കും പല കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഒരു മിസൈൽ വരിക എന്നുള്ളത് അതൊരു ഇന്റർനാഷണൽ സോണാണ്. UN കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇറാന്റെ മിസൈൽ ഒന്ന് പതിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ കിട്ടിയ സമയത്ത് തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഇറാന്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ 1973 ഒപെക് രാജ്യങ്ങളുടെ കൂട്ടായ്മ അവരാണ് ഈ ക്രൂഡ് ഓയിലിനെ വെപ്പണൈസ് ചെയ്ത് ഈ മാർക്കറ്റ് കൈയടക്കാനുള്ള തീരുമാനം നിറവേറ്റിയത്. അമേരിക്ക കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു ഈ തീരുമാനങ്ങളൊക്കെ നിറവേറ്റിയത്. പക്ഷെ ആ സമയം മുതലേ ഇറാൻ ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ട്. കാരണം ഈ ഒപെക് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്നത് സൗദി അറേബ്യ ആയിരുന്നു. ആ സൗദി അറേബ്യയുടെ ഓയിൽ മാർക്കറ്റ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ഡോമിനേഷൻ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവര് ഈ ഒപെക് രാജ്യങ്ങളുടെ കൺട്രോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് വേണ്ടിയിട്ട് അവർ അമേരിക്കൻ ഡോളറിനെ കൂട്ടുപിടിച്ച് പെട്രോ ഡോളർ എഗ്രി ചെയ്ത് മുന്നോട്ട് പോയായിരുന്നു. അതിന് ബദലായിട്ടാണ് ഇപ്പൊ ഇറാൻ അതിന്റെ പ്രതികാര നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം അവർ 1973 ഒപെക് കൂട്ടായ്മയുടെ തീരുമാനങ്ങൾക്കുള്ള തിരിച്ചടിയായിട്ട് ഇറാൻ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പെട്രോ യുവാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്രോ യുവാൻ ഇതൊക്കെ അവരുടെ ആശയങ്ങളുടെ പ്രതിഫലനമാണ്. അത് അവരുടെ ഉള്ളിൽ കിടന്ന സ്പാർക്കിന്റെ പ്രതിഫലനമാണ് ഈ പെട്രോ യുവാൻ എന്ന് പറഞ്ഞിട്ട് അവർ പ്രഖ്യാപിക്കുന്നത്. ഒപെക് രാജ്യങ്ങൾ അതുപോലെ തന്നെ അമേരിക്കയുടെ ഉപരോധങ്ങൾ ഏറ്റുവാങ്ങാതെ എണ്ണ വിറ്റുകൊണ്ടിരുന്ന രാജ്യങ്ങൾക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഈ യുദ്ധത്തിനെ കാണുന്നത്. ഇപ്പൊ ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എണ്ണ വില പിടിച്ചു നിർത്താൻ സഹായിച്ചത് ഇന്ത്യയാണ് പ്ലസ് ചൈനയുമാണ്. 2 പോപ്പുലേറ്റഡ് രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഓയിൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പ്രൈസ് ക്യാപ്പ് ഇട്ട് റഷ്യയിൽ നിന്ന് തന്നെ, അതായത് ഇവരുടെ ശത്രു ആരാണോ, ഇവർ ആർക്കെതിരെയാണോ യുദ്ധം ചെയ്യുന്നത്, ആ രാജ്യത്തിന്റെ എണ്ണ തന്നെ
വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പല സാഹചര്യങ്ങളിലും പല വിവിധ മേഖലകളിലേക്കുള്ള റഷ്യയുടെ ട്രാൻസാക്ഷൻസിന് ഇവർ തടഞ്ഞിരുന്നു, ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ലാസ്റ്റ് മൊമെന്റിലാണ് ഈ എണ്ണയുടെ മേലിലുള്ള സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ അതേസമയം അതേ മെത്തേഡാണ് ഇപ്പം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇറാൻ വേണമെങ്കിലും എണ്ണ വിൽക്കാം, ആർക്ക് വേണമെങ്കിലും ഇറാന്റെ എണ്ണ വാങ്ങിക്കാം, കാരണം ചൈന മാത്രം വാങ്ങിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എണ്ണ വിലയാണെങ്കിൽ 118, 119 ഒക്കെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ എണ്ണ വില പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ ഇറാന്റെ എണ്ണ ഒഴുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇറാന്റെ എണ്ണയാണ് വിൽക്കുന്നുണ്ടെങ്കിൽ ഇറാൻ തടഞ്ഞു നിർത്തത്തില്ലല്ലോ. മറ്റുള്ള രാജ്യങ്ങളുടെ എണ്ണ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ പോകുമ്പോഴാണല്ലോ ഇറാൻ തടയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇറാന്റെ എണ്ണ തന്നെ മാർക്കറ്റിലേക്ക് ഒഴുകി കഴിഞ്ഞാൽ എണ്ണ വില പിടിച്ചു നിർത്താം എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ട്. ഇറാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിലാണ് കാതലായ വിഷയം. ഇതിന് ഇപ്പൊ ഇറാന്റെ എണ്ണയ്ക്ക് സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ എണ്ണ ഇന്ത്യ വാങ്ങിക്കാം, ചൈന വാങ്ങിക്കാം, അങ്ങനെ പോപ്പുലേറ്റഡ് രാജ്യങ്ങളൊക്കെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എണ്ണ വില ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും എന്ന് ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് പോലത്തെ ആൾക്കാരൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഇവരുടെ കുരുട്ടുബുദ്ധിയിലുണ്ടായ തീരുമാനമാണ്. പക്ഷേ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ഉള്ള ഏരിയയാണ്. കാരണം ഈ ഇൻഷുറൻസ് കമ്പനികളാണ് ഈ വിഷയങ്ങൾ തീരുമാനിക്കുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കപ്പലുകൾക്കും ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ തരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇനി ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് റെഡ് സോൺ ആയിട്ടും ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഏരിയ ആയിട്ട് മാറുകയാണ് ഇപ്പം നിലവിൽ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഗവൺമെന്റിന് തന്നെ മില്യൺ കണക്കിൽ പൈസ കൊടുത്തിട്ട് കപ്പലുകൾ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന രാജ്യങ്ങളും കൂടിയുണ്ട്. ഇതാണ് നിലവിലെ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിന്റെ റിയാലിറ്റി. ഈ റിയാലിറ്റി മിസൈലുകൾക്കപ്പുറം എക്കണോമിയിൽ ഈ യുദ്ധം എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. കാര്യങ്ങൾ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.